വണ്ടി അവിടെ രണ്ടുപേരും കേട്ടോ സ്റ്റെപ്പിലേക്കോ അവിടെ രണ്ടുപേരും നിന്നോ രണ്ടുപേരും കൂടെ പിടിക്കണം ഇതില്ലാണ്ട് സ്ട്രക്ചർ ഇല്ലാണ്ട് അതിൽ ഏരിയ അറിയാത്ത ആൾക്കാരോട് കണ്ടീരെന്തോ അല്ല അത് അവർ കല്ലുണ്ട് അത്. എല്ലാവർക്കും നമസ്കാരം. ഒരു അപകട വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്ന ചിക്കമംഗ്ലൂർ സ്വദേശികളുണ്ട്, ഇതിൽ തമിഴ്നാട് സ്വദേശികളുണ്ട്, കേരളത്തിലെ പൊന്നാനി മറവഞ്ചേരി സ്വദേശികളുണ്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന ഫോർച്യൂണർ കാറ്, അതായത് നമ്മുടെ അതിരപ്പള്ളി മെയിൻ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്പാത്തിൽ പാർക്ക് ചെയ്തിട്ട് ഈ വാഹനം റിവേഴ്സ് എടുക്കുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഈ ഫോർച്യൂണർ കാർ ഏകദേശം ഒരു 50 മീറ്റർ താഴ്ചയിലേക്ക് ഈ കാർ മറിഞ്ഞ് ആ പുഴയുടെ ഭാഗത്തേക്ക് വരെ എത്തിച്ചേർന്നു. ഒരു വലിയ അപകടമാണ് ഉണ്ടായത്. ഈ ഫോർച്യൂണർ കാറിൽ ഏകദേശം 10 പേരോളം ഉണ്ടായിരുന്നു. അതിൽ പൊന്നാനി മറവഞ്ചേരി സ്വദേശികളുണ്ട്, ചിക്കമംഗ്ലൂർ സ്വദേശികളുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശികളുണ്ടെന്ന് പറയുന്നു. ഏകദേശം 10 പേരോളം ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളവർ സഫാൻ 6 വയസ്സ്, ഹാജിഷ് 31 വയസ്സ്, അൻസിയ 12 വയസ്സ്, ശ്രീരാഗ് 27 വയസ്സ്, ആയിഷ 32 വയസ്സ്, ഷിമ 29 വയസ്സ്, നേഹ 27 വയസ്സ്, ക്ലാര 35 വയസ്സ്, മിലി 19 വയസ്സ്, മുഹമ്മദ് സുൽത്താൻ 24 വയസ്സ്. ഇത്തരം പേർക്കാണ് ഇതിൽ അപകടം സംഭവിച്ചിട്ടുള്ളതിൽ. നേഹ 27 വയസ്സ് എന്ന യുവതിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് ഗുരുതരമായിട്ടുള്ള അവരുടെ പരിക്കുകൾ ഗുരുതരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിൽ ഈ അപകടത്തെ പറ്റി പറയാനായിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വാഹനം എടുത്തില്ലെങ്കിൽ താഴ്ത്തേക്ക് പോകാനായിട്ട് സാധ്യതകളുണ്ട്. ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഏകദേശം 50 മീറ്ററോളം താഴ്ത്തേക്കാണ് ഈ കാർ മറിഞ്ഞ് പോയിട്ടുള്ളത്. വലിയ ഒരു ദുരന്തത്തിൽ പര്യവസാനിക്കേണ്ട സംഭവമായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അപകടം അത്ര ഗുരുതരമല്ല പലർക്കും. ഒരാൾക്ക് മാത്രമാണ് അതിൽ അപകടം ഗുരുതരമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവിടെ ഈ അപകടം അവിടെ കണ്ട ആളുകൾ പ്രധാനമായിട്ടും പറഞ്ഞൊരു സംഭവം, ഈ രോഗികളെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ടൊരു സംവിധാനം ഇപ്പോഴും അവിടെ ഇല്ല. ഒരു സ്ട്രക്ചർ പോലും ഇല്ല. അവിടെ ഹെഡ് പോസ്റ്റിൽ ഒരു സ്ട്രക്ചർ പോലും ഇല്ല. പരിഹാരത്തേക്ക് വിളിച്ച് അവിടുന്ന് ആംബുലൻസ് വന്നതിന് ശേഷമൊക്കെയാണ് അവിടുന്ന് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിച്ചത്. തീർച്ചയായിട്ടും അവിടെ ഒരു ഇതുപോലെയുള്ള ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമാണെന്നുള്ള മുറവിളി എത്ര നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ മറ്റൊരു സംഭവം, ഇവിടെ ഈ വിഷയത്തിൽ ഇവരെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി ഫയർഫോഴ്സൊക്കെ എത്തിയിരുന്നു. അവരുടെ ഇടപെടൽ പോലീസ് സംഘം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് എത്ര കിലോമീറ്ററോളം ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വെറ്റിലപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒരു ഫയർ സ്റ്റേഷൻ വളരെ അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ എക്സ് സർവീസ്മാൻ്റെ അവരുടെ സ്ഥലത്ത് ആ ഭാഗത്ത് സ്റ്റേഷനുമായി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഇവർക്ക് ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം വന്നിരുന്നതാണ്. പക്ഷേ അവിടെ ചില കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ അത് തയ്യാറായിട്ടില്ല. അതിരപ്പള്ളി വനാന്തര മേഖലയിൽ ഒരു ഫയർ സ്റ്റേഷൻ വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയധികം ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു ഏരിയയിൽ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ചാലക്കുടിയിൽ നിന്ന് വരേണ്ടി വരും. ഈ കാറിനുണ്ടായിരുന്ന ആളുകൾക്ക് വേറെ ഗുരുതരമായ അപകടങ്ങൾ സംഭവിച്ചത് വായിക്കും. അതല്ലെങ്കിലോ നമുക്ക് പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനത്തെ ഇടപെടാനായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. അതുപോലെ ഈ ആശുപത്രി സൗകര്യം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ പോലും ഉണ്ടായില്ല എന്നാണ് കണ്ടു നിന്ന ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞത്. ഇത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒന്നാമത് അവിടെ നടക്കേണ്ട വികസന പ്രവർത്തനം ഒന്നും തന്നെ നടന്നിട്ടില്ല. രണ്ടാമത്തെ സമയം ഇത്രയേറെ വിനോദസഞ്ചാരികൾ ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കേണ്ട പ്രാഥമിക കാര്യങ്ങൾ പോലും അവിടെ ഇല്ല എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരു ശോചനീയ അവസ്ഥ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ പാർക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. വാഹനം പാർക്ക് ചെയ്ത് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ എടുക്കുക. ഇപ്പോൾ ഗുരുതര പരിക്കുകൾ പറ്റിയ നേഹ എന്ന് പറയുന്ന യുവതിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.